അതാ ഞാൻ ചോദിച്ച ആരാന്നല്ലേ. LDF എന്തായാലും ജയിക്കും. അത് ആരാന്ന് നോക്കിക്കാളെ, ചെക്ക് ചെയ്താളേ. ഇപ്പൊ പല ടൈപ്പ് ആളുകൾ കയറി വരിക. നിങ്ങൾ മാധ്യമ പ്രവർത്തനാണോ? ഇത് പത്രസമ്മേളനമാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ കയറി വന്ന് നാളെ എനിക്ക് മറുപടി പറയാനാവില്ല. ഇത് പ്രശ്നമില്ലാന്നല്ല, അതിപ്പോ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. സ്നേഹത്തോടെ നോക്കിക്കോ, സ്നേഹത്തോടെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്തു വരും. ഇത് പത്രസമ്മേളനമാണ്. അതെ, അത് നിങ്ങൾ തന്നെ ആരും ഒരാൾ പറയും. ഇല്ലെങ്കിൽ എന്താ അറിയോ, മാറ്റാന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളാരും നമ്മൾ തമ്മിൽ അറിഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പറയാം. ഏയ് നിങ്ങളാരും കൊണ്ടാണ് നിങ്ങൾ മാറിക്കും. ഇത് പത്രസമ്മേളനം. ഇത് കഴിഞ്ഞ് നമുക്ക് കാണാം. അല്ല, പത്രസമ്മേളനം കഴിഞ്ഞ് കാണാം. ചെല്ലേ. ഏയ് വലിയ തലവേനയില് നിങ്ങളൊരു 3 ആള് പോയിട്ട് എന്താ ഞാൻ പോയപ്പോ ചോദിച്ചു. ഞാനും ചോദിച്ചു, ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏയ് ഞാൻ ചെയ്ത ഞാൻ പറയാൻ പറ്റില്ല. എനിക്ക് അവിടെ പോയി സമാധാനമായിട്ട് പറയുന്നത് അല്ലല്ല, അത് ശരിയല്ല. അത് അല്ലല്ല, ഞാൻ അല്ലല്ല അങ്ങനെ പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് അല്ലല്ല, പോലീസ് കൊണ്ടോട്ടെ. അത് നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പോലീസ് കൊണ്ടോട്ടെ. നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അങ്ങനെ ഭീഷണിപ്പെടുത്ത പോലീസ് വന്ന് കൊണ്ടോട്ടെന്ന പോലീസ് കൊണ്ടുവന്നോട്ടെ. അങ്ങനെ നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഭീഷണി സോനം വേണ്ട. ഭീഷണി സോനാണ് ഞങ്ങൾക്കാറ്. പോലീസ് വന്ന് കൊണ്ടുപോകണി പോലീസ് വന്ന് കൊണ്ടോട്ടെ. അങ്ങനെ ഞെട്ടിച്ചൊന്നും വേണ്ട. അത് നോക്കിക്കോളൂ, ആരാ നോക്കിക്കോളൂ. എന്താന്ന് വെച്ചാല് ഞാനിത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പൊ ഈ കനകോലുക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റിരിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ ആളെ എങ്ങനെയൊക്കെ വിടുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അയാളുടെ പോവാൻ പറയാൻ അറിയാത്തതല്ല. പക്ഷെ കനകോലുവിന്റെ ഒരു കാലാണല്ലോ, അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഇനി എന്താ ചോദിച്ചോ? ഞാൻ വരുമ്പോ തന്നെ മനസ്സിലായത് കോഴിക്കോട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല. എന്താ ഞങ്ങൾ ഇനി എന്തെങ്കിലും ചോദിക്കാം? ഇന്ത്യയും ഒരു promise of construction of new stadium, international stadium at the Kozhikode is given by you, which is violation of the protection of protected പറയുന്നു. ഈ മസാല പ്രകടനം രണ്ടാം തീയതി അന്നേക്ക് എന്ന് തന്നെ കലക്ടർ സൃഷ്ടിക്കുകയാണ്. ഇനിയിപ്പം താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ ഒരു വെറാസിറ്റി ഒരു ആധികാരികത സംബന്ധിച്ച പരിശോധനയിലേക്ക് പോകുന്നതിന് മുന്നേ കലക്ടർ നോട്ടീസ് സൃഷ്ടിച്ചത് അത് തിരുത്തപ്പെട്ട നടപടിയായി പോയി.
അല്ല, ഞാൻ പറയുന്ന ആ ചോദ്യം കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഈ നോട്ടീസ് ഉണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ വരുന്നത്? ഞാൻ പറയുന്നത് 2-ാം തീയതി നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നു. 2-ാം തീയതി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് നിങ്ങൾ ചോദിച്ചാൽ പറയുന്നു. നിങ്ങൾ പലരും അത് എത്രത്തോളം പിന്നെ എന്നെ അറിയുന്നവരെ വിശ്വസിക്കും. ഞാൻ കിട്ടിയാൽ കിട്ടിയെന്ന് പറയും. 3-ാം തീയതി ചോദിക്കുന്നു, 3-ാം തീയതി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ 4-ാം തീയതി. അപ്പൊ അതിനിടയിൽ ഈ നോട്ടീസ് എങ്ങനെ പുറത്തേക്ക് പോകും? ഒരു പ്രശ്നമാണുള്ളത്. നോട്ടീസ് തരുന്ന ഓഫീസ് കലക്ടറോ അല്ലെങ്കിൽ കളക്ടർ ഓഫീസോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഞാനോ എൻ്റെ ഓഫീസോ അറിയേണ്ട കാര്യമില്ല. അപ്പം അത് പുറത്തു പോയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അത് മാധ്യമങ്ങളിൽ വരുന്നു അല്ലെങ്കിൽ പുറത്ത് വരുന്നു, അത് വലിയൊരു പ്രചരണമാവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് വാർത്തകൾ വരുന്നു എന്നുള്ളത് അത് ഒഴിവാക്കപ്പെടേണ്ട പ്രശ്നമായിരുന്നു. ബാക്കി കാര്യം എന്നോട് ചോദിച്ചിട്ട് എനിക്ക് മറുപടി തരാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് ഞാൻ ഒരിക്കൽ മറുപടി പറഞ്ഞാണല്ലോ. അവര് ഒരു തരത്തിലും ഇതിനകത്ത് അവരൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പെരുമാറ്റച്ചട്ടമൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. ഒരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും ഒന്നും അതിനകത്ത് നടന്നിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞാണ്. എന്ന് മാത്രമല്ല, LDFന്റെ ഇത് പത്രക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൺവീനർ പ്രദീപ് കുമാറിന്റെ പത്രക്കുറിപ്പും വന്നാണ്. അത് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. അത് നിങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനെന്ത് പറയാൻ? അതിന്റെ പത്രക്കുറിപ്പ് വന്നു, ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. ഞാനവിടെ പിന്നെ ഏത് നിങ്ങളിത് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വയ്ക്കാൻ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? ഉറപ്പല്ലേ? 100%. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാ പോയത്? അത് വീഡിയോ ഉണ്ട്. ഞാൻ നേരെ നടന്ന് കാറിലേക്ക് പോയി. വ്യക്തമല്ലേ? എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് പോയി. ബാക്കി നിങ്ങളിപ്പോൾ പറഞ്ഞ ആളുകളും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ വന്ന ചോദ്യങ്ങൾ കലക്ടറോടാണ് ചോദിക്കുന്നത്. ഗ്രീൻ റൂം എന്ന് പറഞ്ഞ നിങ്ങൾ ഗ്രീൻ റൂം ആണോ റെഡ് റൂം ആണോ ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ റൂമൊന്നും കണ്ടിട്ടില്ല. അവിടെ ഇപ്പോൾ പോയി ആളുകൾ എന്തൊക്കെ സംസാരിച്ചു, തെരഞ്ഞെടുപ്പാണ് എന്തൊക്കെ സംസാരിക്കും, വോട്ട് ചോദിക്കാം, ബന്ധുക്കളുടെ വോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, അവര് തന്നെ വിശദീകരിച്ച കാര്യങ്ങൾ പറയാം, LDFന്റെ പത്രക്കുറിപ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ അവിടെ എന്ത് നടന്നു അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ഞാനൊരു അമാനുഷികനൊന്നല്ലല്ലോ. എനിക്ക് അതിന്റെ ഇടയിൽ വേറെ കാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സ്ഥാനാർത്ഥിക്കില്ല. സ്ഥാനാർത്ഥിക്ക് ഇന്നെ നന്നായിട്ട് അറിയുന്നതാണ്. എന്തൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാന്നുള്ള നല്ല ധാരണയുള്ളതാണ്. അദ്ദേഹം പോയോ? നമ്മളെ ബഹുമാനപ്പെട്ട. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇനിയും ഇതുപോലെ വാർത്തകൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് എന്നോടും കൂടി ചോദിച്ചിട്ട് കൈകാര്യം ചെയ്താൽ നല്ലത്. എല്ലാവർക്കും നന്ദി.